നമസ്കാരം. ആലപ്പുഴയിൽ CPM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ പോക്സോ കേസ്. വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. 12 വയസ്സായ ഒരു പെൺകുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ കയറ്റി കൊണ്ടുപോയ ശേഷം ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് എത്തി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. പീഡിപ്പിച്ചതിന് ശേഷം കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇത് ആരെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഇദ്ദേഹം പോയി എന്നാണ് പറയപ്പെടുന്നത്. കുട്ടി ഇതിനുശേഷം സ്കൂളിലെത്തുകയും അധ്യാപകരോടും തൻ്റെ സുഹൃത്തുക്കളോടും ഈ വിവരം തുറന്നു പറഞ്ഞു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തുകയും SI അജിത്തിൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യുകയും അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്യുകയായിരുന്നു. ആദിക്കാട്ടുകുളങ്ങര പൂച്ചാടിവിളയിൽ ദിലീപ് എന്ന 42 വയസ്സുകാരനാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. എന്തായാലും CPM വലിയ വെട്ടിലായിരിക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഒരു ശക്തമായ സമരവും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണിത്. ആ സമയത്താണ് CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വ്യക്തിക്കെതിരെയുള്ള പോക്സോ കേസ്. എടുത്തു പറയേണ്ടത് പോക്സോ കേസ് കുട്ടികൾക്കെതിരായുള്ള ഒരു അതിക്രമമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സദാചാര ക്ലാസ്സാണ് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം ഇതിൽ നിന്ന് എന്തായാലും ഇടതുപക്ഷത്തിന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഈ ഇത്തരം നിരവധി കേസുകളിൽ ഇടതുപക്ഷം മുന്നേയും നേതാക്കന്മാർ പ്രതികളായിട്ടുണ്ടെങ്കിലും കാര്യമായൊരു ശിക്ഷാവിധിയൊന്നും അവർക്ക് നേരെ ഉണ്ടായിട്ടില്ല. അത്തരം ശിക്ഷാവിധികൾ നടപ്പിലാക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ തീവ്രതയൊക്കെ അളന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ CPM-ന് നടപടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവരൊരു കേസ് കൊണ്ടുവന്നു. രാഹുൽ മാങ്കൂട്ടം എന്നാൽ ഇത്രയും ദിവസങ്ങളിലായിട്ട് അറസ്റ്റിലായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് പോവുകയാണ്. അപ്പം പക്ഷേ കുട്ടികൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ വളരെ കർക്കശമായ വളരെ കൃത്യമായ ഒരു ശിക്ഷയെങ്കിലും ഇനിയെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ കൊടുക്കണേ. കുട്ടികൾക്കെതിരായുള്ള കുറ്റകൃത്യം ചെയ്യുന്നവർക്കെങ്കിലും ഇതിലും വിട്ടുവീഴ്ച കാണിച്ചിട്ടുള്ളൂ. ഇതിലും തീവ്രത അന്വേഷിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമൂഹം നിങ്ങളോട് പൊറുക്കുന്ന ഒരു കാര്യമുണ്ടാകില്ല. ഇത്തരം കാര്യങ്ങളിലെങ്കിലും വളരെ കൃത്യമായൊരു നടപടി എടുക്കണമെന്നൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.